ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രഗ്നൻസി ജേർണി പാർട്ട് 9 വീഡിയോ ആണിത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കിയത്തെ വീഡിയോകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണുക, എന്നാലായിട്ട് നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞത് നമ്മുടെ അനോമലി സ്കാനിൽ ഒരു ബേബിക്ക് വെയിറ്റ് കുറവായിരുന്നു, മീൻസ് സ്മോൾ ഗെസ്റ്റേഷണൽ ഏജ് ബേബി ആയിരുന്നു. അങ്ങനത്തെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 ആഴ്ചയിലുള്ള സ്കാനിങ് ഓരോ ആഴ്ച വെച്ചാക്കി. അപ്പോൾ അടുത്ത ആഴ്ചത്തെ മീൻസ് ആ സ്കാനിങ് കഴിഞ്ഞിട്ട് പിറ്റത്തെ ആഴ്ചയുള്ള സ്കാനിങ്ങിൻ്റെ റിസൾട്ടാട്ടോ ഞാൻ പറയണത്. നമ്മളങ്ങനെ സ്കാനിങ്ങിന് പോയി കുറച്ച് ടെൻഷനൊക്കെ ആയിരുന്നു. മാക്സിമം നന്നായിട്ട് ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ. ആ ഒരാഴ്ച കുറച്ച് വെയിറ്റ് ഒക്കെ വെക്കട്ടെ എന്ന് വെച്ചിട്ട് ഫുഡ് നന്നായിട്ട് കഴിച്ചു. അപ്പോഴാണ് നമുക്കവിടെ വീണ്ടും ടെസ്റ്റ്. ആദ്യം ഒരു ബേബി ആയിരുന്നു സ്മോൾ ഗെസ്റ്റേഷണൽ ഏജ്. അപ്പോൾ രണ്ടാമത്തെ സ്കാനിങ് ചെന്ന് കഴിഞ്ഞപ്പോൾ 2 ബേബീസിനും വെയിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞു. രണ്ടുപേരും സ്മോൾ ഗെസ്റ്റേഷണൽ ഏജ് ബേബീസായി. അപ്പം നമുക്ക് സെയിം അതേപോലെ തന്നെ അവർ നമ്മുടെ അടുത്ത് പോസിറ്റീവും പറയും, അതുപോലെ തന്നെ നെഗറ്റീവും പറയും. എന്ന് വെച്ചാൽ ബേബീസിനൊന്നും വേറെ യാതൊരുവിധ കുഴപ്പമില്ല, ഹാർട്ട് ബീറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ ഹാർട്ടിന് വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ല, അങ്ങനെ എല്ലാ രീതിയിലുള്ള അതും നമ്മുടെ അടുത്ത് പറയും. എന്നാൽ നമുക്കൊരു ടെൻഷൻ ആയി. നമ്മളപ്പോൾ വീണ്ടും നാട്ടിലെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടറിന് കുഴപ്പമില്ല, അപ്പോൾ അതൊക്കെ അങ്ങനെ നോർമലായിരിക്കും, അതൊന്നും ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ആഴ്ചയിൽ സ്കാനിങ് ഉണ്ട്. ആഴ്ചയിൽ സ്കാനിങ്ങിലും നമുക്ക് ഒരു ഇത്ര 100% ബേബീസ് എനിക്ക് തോന്നുന്നു 11% ആയിരുന്നു. അതിനുശേഷം ഓരോ സ്കാനിങ്ങിലും കുറഞ്ഞ് 2 വരെ എത്തിയായിരുന്നു. 2 വരെ എത്തി. വെയിറ്റ് പക്ഷേ ഒരാൾക്ക് 2,500 ഒരാൾക്ക് 2 ആയിരുന്നു. പക്ഷേ സ്മോൾ ഗെസ്റ്റേഷണൽ ഏജ് ബേബീസാണ്. അപ്പം നമ്മളിങ്ങനെ പിക്ചറൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ചെറിയ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ പേടി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു ചിലപ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവാം, 26 വീക്കിലൊക്കെ ചിലപ്പോൾ ഡെലിവറി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം പർച്ചേസിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എന്തിനും റെഡി ആയിട്ടിരിക്കണം, എന്ത് ഇതുണ്ടെങ്കിലും അപ്പോൾ തന്നെ എമർജൻസിയിലായിട്ട് വരണം. അതുപോലെ തന്നെ ബേബി മൂവ്മെൻറ്റ്സ് നന്നായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇതിലെന്ന് വെച്ചാൽ ഒരു ബേബി എപ്പോഴും നല്ല മൂവ്മെൻ്റ് ആയിരിക്കും. ഒരാൾ ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അനക്കം ഉണ്ടാവുള്ളൂ. മറ്റേ ആൾ ഭയങ്കര എപ്പോഴും കിക്കായിരുന്നു. ഒരാൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിച്ചിട്ട് ആളപ്പോൾ തന്നെ ഉറക്കാമെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഇതായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയി എമർജൻസി പോയി നോക്കും. ഇങ്ങനെ മൂവ്മെൻറ്റ്സ് കുറയണോണ്ട് പോയി നോക്കും. അതുപോലെ തന്നെ മൂവ്മെൻറ്റ്സ് കൂടുതലായതുകൊണ്ടും പോയി നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ, ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബേബീസ് ഓക്കെയാണ്, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്മോൾ ഗെസ്റ്റേഷണൽ ആണ് എന്നുള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ 7th month വരെ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെയായിരുന്നു. രണ്ടുപേർക്കും വെയിറ്റ് കൂടുന്നുണ്ട്, പക്ഷേ അവർ സ്മോൾ ഗെസ്റ്റേഷൻ ആ ഒരു പെർസെൻറ്റേജ് എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 20% എത്തിയാലാണ് ആ ഒരു സ്മോൾ ഗെസ്റ്റേഷണൽ ഏജിൽ നിന്ന് മാറുള്ളൂ. പക്ഷെ അവർ അപ്പോഴും ഒരു 3% ആയിരുന്നു. അതുകൊണ്ട് സ്മോൾ ഗെസ്റ്റേഷണൽ ഏജ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ 7th month സ്കാനിങ് അല്ല, 7th monthൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു. വയറ്റിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടും പറഞ്ഞറിയിക്കാൻ പറ്റും. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാനതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത്രയധികം ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാതിരുന്നു കഴിഞ്ഞാൽ എന്നുള്ളത്. അങ്ങനെ നമ്മൾ മിഡ് വൈഫിൻ്റെ അപ്പോയിൻമെൻറ്റിന് പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മിഡ് വൈഫിനോട് പറഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. കാരണം നമ്മൾ അയൺ ടാബ്ലറ്റ് കൂടുതൽ എടുക്കുന്നുണ്ട്. ട്വിൻസ് ആയതുകൊണ്ട്, എനിക്ക് പിന്നെ അനീമിക്കും കൂടി ആയതുകൊണ്ട് ഞാൻ അയൺ ടാബ്ലറ്റ് കൂടുതൽ എടുത്തായിരുന്നു. അതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ മിഡ് വൈഫിന് എനിക്ക് ഒട്ടും പറ്റുന്നില്ല, സഹിക്കാൻ പറ്റാത്ത വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മിഡ് വൈഫ് പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിമ തരാം, നമുക്ക് അത് ട്രൈ ചെയ്യാം. അങ്ങനെ എനിമ ചെയ്തിട്ടും നോ രക്ഷ. അപ്പോൾ പറഞ്ഞു ഇപ്പം തന്നെ വേഗം എമർജൻസി പൊക്കോ, അവർ ഡോക്ടറെ കണ്ടിട്ട് എന്താണ് അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇത് കോൺസ്റ്റിപ്പേഷൻ കാണിക്കുക ഒട്ടും പറ്റില്ല എന്നിട്ടെന്ന് വെച്ചാൽ അത്രയ്ക്ക് നമുക്കെന്തൊരു പെയിൻ എന്ന് വെച്ചാൽ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പെയിനും, നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കോൺസ്റ്റിപ്പേഷൻ വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എമർജൻസിയിലായിട്ട് പോയി. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇവിടുത്തെ എമർജൻസി ഭയങ്കര ഇതാണ്, പുറകോട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഡോക്ടറെ കാണാൻ നല്ല രീതിയിൽ ടൈം എടുക്കും. 2 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം വിളിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ ടോയ്ലറ്റിൽ പോയി നോക്കുന്നുണ്ട്. കൂടെ ഹസ്ബൻഡ് വരും, ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് സഹായിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥ. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നെങ്കിൽ ഇപ്പം പ്രസവിക്കണം, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു.
അപ്പം കാരണം നമ്മൾ ഓൾറെഡി അവിടെ രജിസ്റ്റർ ചെയ്തു, എമർജൻസി രജിസ്റ്റർ ചെയ്തു. അപ്പം നമ്മൾ അങ്ങനെ പോകുന്നത് ലീഗലി ഒരു നല്ല കാര്യമല്ല. എന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. അപ്പോൾ പോകണ്ട, കുറച്ച് നേരം കൂടി നിന്ന് നോക്ക്, ഇപ്പം എന്തെങ്കിലും വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കൂടി നിന്നും വിളിക്കുന്നത് കണ്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ അവിടെ കിടന്ന് കൂട്ടക്കരച്ചിലായി. എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്കിപ്പോൾ തന്നെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇവരോട് പറയുന്നു ഇപ്പോൾ തന്നെ 7 മാസമായിട്ടോ, പ്രസവിപ്പിക്കാൻ പറ, ഇല്ലെങ്കിൽ എനിക്ക് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നു പറയും. അങ്ങനെ ചേട്ടനും സങ്കടമായി, ചേട്ടനും കരച്ചിലായി. അങ്ങനെ എന്നാൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി കാറിലാണെങ്കിലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല, പെയിനായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ ചെന്ന് ഞാൻ വേഗം ബാത്റൂമിൽ കയറി, ബാത്റൂമിൽ ചൂടുവെള്ളമൊക്കെ വെച്ച് ട്രൈ ചെയ്ത് അങ്ങനെ ബാത്റൂമിൽ ഒരു 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷം മോഷൻ പോയി. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി. അത് 2 മണിക്കൂർ വീട്ടിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നത്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തായിരുന്നല്ലോ, എന്താ വെയിറ്റ് ചെയ്യാതിരുന്നത് പറഞ്ഞു. എനിക്കിപ്പോൾ ഓക്കെ, ഞാൻ പോകുന്നു. ആണോ, ഓക്കെ, എന്നാൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങോട്ട് പോരൂട്ടോ എന്ന് പറഞ്ഞ് അവരും കോള് കട്ട് ചെയ്തു. എനിക്ക് എൻ്റെ പ്രഗ്നൻസിയിൽ ഏറ്റവും ഭയാനകമായ 2 സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോമിറ്റിങ് പിന്നെ സഹിക്കാമായിരുന്നു. നമുക്ക് വെള്ളമൂലയിലും ചുരുണ്ടുകൂടി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസം ഉണ്ടാവുമായിരുന്നു. പക്ഷെ കോൺസ്റ്റിപ്പേഷൻ, എൻ്റെ പൊന്നു, ഒന്നും പറയണ്ട, അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു. അനുഭവിച്ചവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. ഫുള്ള് ഹെമറോയിഡ്സായി, അങ്ങനെ ബ്ലീഡിങ് കാര്യങ്ങൾ, നമുക്കാണെങ്കിൽ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 7 മാസമായി, എപ്പോഴെങ്കിലും ഡെലിവറി കാര്യങ്ങളൊക്കെ പുഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വാട്ടർ ബ്രേക്കേജ് ഉണ്ടാവും. അതൊക്കെ മിഡ് വൈഫ് പറഞ്ഞു തന്നിരുന്നു അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മിഡ് വൈഫിന് പിറ്റത്തെ ദിവസം തന്നെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു, പോയി മിഡ് വൈഫിനെ കണ്ടു. മിഡ് വൈഫിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ മിഡ് വൈഫിന് മനസ്സിലായി. മിഡ് വൈഫ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുള്ള് ഹെമറോയിഡ്സ്, അതുപോലെ തന്നെ ബ്ലീഡിങ്. അപ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ അനീമിക്കാണ്, അയൺ ഭയങ്കര കുറവാണ്. അപ്പോൾ പറഞ്ഞു ടാബ്ലറ്റ് കഴിക്കാതെ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണ്. വേറെ ഞാൻ പറഞ്ഞു എനിക്ക് ടാബ്ലറ്റ് കഴിക്കാൻ പറ്റില്ല, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ വിളിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ വീഡിയോ വാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ.